പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ കമ്പനിയിൽ നിന്ന് പുറത്ത് കമ്പനിയുടെ ലോക്കൗട്ടാക്കി ആക്കി. അപ്പോൾ എനിക്കൊരു ലെറ്റർ അനുഭവം മഹാലക്ഷ്മി ഓഫീസ് ഉണ്ടായിരുന്നു, അവിടത്തേക്ക് എന്നെ വിളിക്കുന്നു. അവിടെ നിന്ന് ഞാനൊന്നും ജോലി ചെയ്യുന്നില്ല. ജോലി ചെയ്യുന്നില്ല വെച്ചാൽ എൻ്റെ ഒരു പ്രസ്റ്റീജിൻ്റെ പ്രശ്നമായിരുന്നു. കാരണം വെച്ചാൽ മുതലാളി ഇപ്പം വന്നെങ്കിൽ വന്ന് എല്ലാം ഞാനാണ് നോക്കി നടത്തുന്നു. അപ്പോൾ എന്തിനു വേണ്ടി എന്നെ മഹാലക്ഷ്മി ഓഫീസിലേക്ക് മാറ്റിയെന്ന് അറിയാത്തത്തോളം കാര്യം ഞാൻ ജോലി ചെയ്യില്ലാന്ന് പറഞ്ഞു. ടെലിഫോണൊക്കെ വരും, അറ്റൻഡ് ചെയ്യില്ല, അങ്ങനെയായി. അപ്പോൾ മുതലാളി എന്ന് വെച്ചാൽ കാരണം ഇയാൾക്കെതിരായിട്ട് പ്രവർത്തിച്ചു എന്നുള്ളൊരു സംശയം വന്നു. ഇപ്പോൾ വി ആർ നോട്ട് ഇൻട്രസ്റ്റ് ഇൻ സർവീസ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ലെറ്ററും തന്ന് കുറേ ആനുകൂല്യം കൊണ്ട് 10-12,000 രൂപ ഒരു കവറിലിട്ടിട്ട് അവിടെ വെച്ചു. അപ്പോൾ അവിടെ ഒരു ക്ലർക്കുണ്ട്, ഒരു മലയാള സ്ത്രീ തന്നെയായിരുന്നു, അവിടുത്തെ കൊടുത്തു. അപ്പോൾ എൻ്റെ കണ്ടീഷൻ ഇതായിരുന്നുള്ളൂ, 10 പൈസയിലും ഞാൻ വാങ്ങിക്കും, ഞാൻ ഒരു മത്സരത്തിനുമില്ല. പക്ഷേ ഈ പൈസ എൻ്റെ മുതലാളിൻ്റെ കൈസം കൊണ്ട് എനിക്ക് കിട്ടണം. കാരണം അയാൾക്ക് കുറേ അഞ്ചന്മാരുണ്ടായിരുന്നു കമ്പനിയിൽ. അയാളെക്കാട്ടി എന്നെ വിശ്വസിച്ച് ചില സമയത്ത് ആൾക്കാർ കഷ്ടപ്പെടുത്ത് പറക്കാതെ മകൻ എന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കൊടുത്ത് എത്രയും ഞാൻ അയാൾക്ക് ഉണ്ടാക്കി കൊടുത്തു, നല്ലത് ഉണ്ടാക്കി കൊടുത്തു. ആ രീതിയിൽ എനിക്ക് അഭിമാനിക്കാം. നഷ്ടത്തിൽ ആ കമ്പനി ഉദ്ധരിച്ച് കൊടുന്ന് എല്ലാതായി. അങ്ങനെ ഒരു കണ്ടീഷനിൽ ഞാൻ അവിടുന്ന് പുറത്തിറങ്ങി. ഞാൻ പറഞ്ഞു, ഞാൻ ഈ പൈസ വാങ്ങിക്കണമെങ്കിൽ മുതലാളി എനിക്ക് തരണം. അത് എത്ര പൈസ തന്നെ പ്രശ്നമില്ല, ഞാൻ സന്തോഷത്തോട് പോയിക്കോളും, നീ നന്നായിട്ട് വാന്ന് പറഞ്ഞിട്ട് പോകണമെന്ന് പറയും. അപ്പോൾ അതിന് എനിക്കറിയാം പുള്ളി മനസ്സുകൊണ്ട് എനിക്ക് തരാൻ പറ്റില്ല, അഭിമുഖീകരിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ അതവിടെ വെച്ചു. ഇത് തന്നിട്ടില്ലെങ്കിൽ ഞാൻ ഇത് സുപ്രീം കോടതിയിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട് ഞാൻ പോന്നു. അങ്ങനെ മലയാളികൾക്ക് സാധാരണ പറയേണ്ട ഒരു ആരംഭ ശൂരത്വം. അപ്പം ഈ ഇറങ്ങുമ്പോൾ പൈസ കിട്ടിയിട്ടില്ല, ഞാൻ വാങ്ങിച്ചില്ല. അപ്പം ഞാൻ പറയുന്നത് സുപ്രീം കോടതിയിൽ നിന്ന് വാങ്ങിക്കുന്നു. എൻ്റെ മനസ്സ് പറഞ്ഞു സുപ്രീം കോടതി വാങ്ങിക്കും. അപ്പം മുതലാളിയായിട്ട് ഒരു നീരസത്തിലാണ് ഇറങ്ങുന്നത്. നീരസത്വം എന്ന് പറഞ്ഞാൽ പക്ഷേ മനസ്സിൽ ഒരു ഫൈറ്റ് ചെയ്യേണ്ടതാണ്, ഒരു ജസ്റ്റിസിന് വേണ്ടി ഫൈറ്റ് ചെയ്യായിരുന്നു. പക്ഷെ ഞങ്ങൾ ഫൈറ്റ് ചെയ്യുമ്പം കോർട്ടിൽ വരെ എത്തി. ഈ പ്രശ്നം കോർട്ടിൽ വരെ എത്തി. കോർട്ടിൽ എത്തിയ സമയത്തും ഞങ്ങളെ വഴിക്ക് കണ്ടു കഴിഞ്ഞാൽ, വണ്ടിയും കൊണ്ട് പോയി കഴിഞ്ഞാൽ, എന്നെ കണ്ടു കഴിഞ്ഞാൽ പുള്ളി ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് വഴിക്ക് കൊണ്ടുപോയിട്ട് അങ്ങോട്ട് പോകും. എല്ലാവർക്കും അത്ഭുതമായിരുന്നു എന്താണ് സംഗതി എന്ന്. അപ്പോൾ അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഒരു മുതലാളി എന്ന നിലയിൽ മാത്രമാണ് അവൻ്റെ അടുത്ത് ഫൈറ്റ് ചെയ്യുന്നത്. കാരണം നാളെ മറ്റുള്ളവർ എന്നെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അതുകൊണ്ട് അവൻ എനിക്ക് ദോഷമൊന്നും ചെയ്തിട്ടില്ല, നല്ല ചെയ്തിട്ടുള്ളൂ, അതെനിക്കറിയാം. അതുപോലെ കോർട്ടിലെത്തിക്കഴിഞ്ഞാലും ഒരു ദിവസം ഞാൻ ലേറ്റ് ആകുന്നു കോർട്ടിലെത്തിയിട്ട് വരുമ്പോൾ. അപ്പോൾ പുള്ളി താഴെ ഇറങ്ങി വരുന്നത് എൻ്റെ അടുത്ത് പറയാം, എടാ ഡേറ്റ് മാറിയിട്ടുണ്ട്, നീ സംശയം പോയി ചോദിച്ചു എന്ന് പറയും. അപ്പോൾ എല്ലാവരും എന്ന് പറഞ്ഞാൽ സാധാരണ ഇവർ കേസ് നടത്തുന്നു, സൗഹൃദമാണ്. എല്ലാവർക്കും അത്ഭുതമായിരുന്നു, എന്താ ഇവർ ആളെ കൊണ്ട് കളികളിപ്പിക്കുന്ന സംശയം വരുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അയാൾക്ക് മാത്രമേ ഉള്ളൂ നമ്മൾ തമ്മിൽ എന്താണുള്ള ബന്ധമൊന്നും എങ്ങനെ ഇത് എഴുതുന്നത് നമ്മൾക്ക് മാത്രമേ അറിയാൻ പറ്റുമായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കേസ് അങ്ങനെ കഴിഞ്ഞ് അവസാനം സുപ്രീം മലയാളികൾ സാധാരണ നമ്മൾ പറയേണ്ട ഒരു ആരംഭ ശുരുവത്തും മലയാളികൾ എല്ലാവരും വന്ന് എൻ്റെ അടുത്ത് ലാസ്റ്റ് സൈലൻറ്റ് വാങ്ങിച്ച് മിക്കവരും മലയാളീസ് ആയിരുന്നു. സൈലൻറ്റും ആൾക്കാരെല്ലാം മുതലാളിയുടെ അടുത്ത് നിന്ന് ചുളുവ് പോയിട്ട് പൈസയുമായിട്ട് അവരെല്ലാം രക്ഷപ്പെട്ടു, എല്ലാവരും പോയി. ലാസ്റ്റിൽ ഫൈറ്റ് ചെയ്യാൻ ഞാൻ മാത്രം, നീതിക്ക് വേണ്ടി ഞാൻ ഫൈറ്റ് ചെയ്യേണ്ടി വന്നു ലാസ്റ്റ് സുപ്രീം കോടതിയിൽ. കാരണം കമ്പനി ചാലുവാണ് ഞാൻ സമർത്ഥിക്കുകയായിരുന്നു. എന്നിട്ട് പൈസ കിട്ടിയോ? കാരണം കമ്പനി ചാലുവാണ് ഞാൻ സമർത്ഥിക്കുന്നത്, പക്ഷേ പുള്ളി കമ്പനി ചാലു എല്ലാം സമർത്ഥിക്കുന്നു. എന്നിട്ട് കാരണം ഇലക്ട്രിക് ബില്ല്, സാധനം കൂടാതെ ബില്ല്, ഇതൊക്കെ ഞാൻ കോടതിയിൽ സമർപ്പിക്കുന്നു. അങ്ങനെ കോടതിയിലപ്പോൾ ഹൈക്കോടതിയിലെത്തി. ഹൈക്കോടതി എനിക്ക് എല്ലാ ആനുകൂല്യം തിരിച്ച് വിധിയായി. ഹൈക്കോടതി എനിക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടി. അപ്പോൾ അന്ന് ഞാൻ ഫോണിൽ അടുത്ത് വയ്ക്കുന്നു, ഞാനിപ്പോൾ ജോലിക്ക് വരണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ജോലി ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു അഭിമാനത്തിൻ്റെ പ്രശ്നമായിട്ട് എടുത്തു. അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ നിനക്കൊരു ലെറ്റർ എഴുതിയിട്ടുണ്ടാ. അപ്പോൾ സുപ്രീം കോടതിയിലേക്ക് അയാളെ കേസ് ഫയൽ ചെയ്യും. അപ്പോൾ ലാസ്റ്റിൽ മൊത്തം ചുരുക്കത്തിൽ പറഞ്ഞാൽ കമ്പനി ഇല്ലാന്ന് സമർത്ഥിക്കാൻ വേണ്ടി എല്ലാ സാധനവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി, കോടതിയിൽ നിന്ന് ആൾക്കാർ വരുന്ന സമയത്ത് വരെ എല്ലാ സാധനങ്ങളും മാറ്റി അവിടെ നിന്ന് മാറ്റി അവസാനം കമ്പനി ഇല്ലയെന്ന് സമർത്ഥിച്ചു. ലാസ്റ്റിൽ കുറച്ച് എമൗണ്ട് പുള്ളിയെ ഡെപ്പോസിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അതും അതിന് മുമ്പ് തരാമെന്ന എമൗണ്ടൊക്കെ എനിക്കിങ്ങോട്ട് തന്നു. ഞാനിങ്ങോട്ട് മാറി, പുള്ളിയും ഇതായിട്ട് പോയി. അങ്ങനെ അതിൻ്റെ കഥ പറഞ്ഞാൽ ലാസ്റ്റിൽ ഈ കഴിഞ്ഞ 2-3-5 മാസം മുമ്പേ അയാൾ മരിച്ചു. മരിക്കുന്ന സമയത്ത് എനിക്ക് ഫോൺ വരുന്നത്, ഞാൻ പോന്നു. എല്ലാം എൻ്റെ അച്ഛനമ്മയും മരിച്ചിട്ട് കർമ്മം ചെയ്യാൻ പറ്റിയിട്ടില്ല. രാവിലെ മുതൽ രാത്രി വരെ നിന്ന് എല്ലാ കർമ്മങ്ങളും ചെയ്ത് ഞാൻ ഇങ്ങോട്ട് പോന്നു. പണ്ട് അയാൾ പറഞ്ഞ ഒരു വാക്കുണ്ടായിരുന്നു, പറക്കാതെ മകന്നല്ല, അത് ഞാൻ വാക്ക് പാലിച്ചു. എൻ്റെ ദൈവം എന്നെ ചാക്കിന്നാണ് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ആയതിലുള്ള സന്തോഷത്തോടെ കൂടിയിട്ട് ഇങ്ങോട്ട് പോന്നു.
എല്ലാം ചെയ്തിട്ട് ഇങ്ങോട്ട് പോന്നു. അതിന് മുമ്പ് തന്നെ ഒരു ചെയറിൻ്റെ ഒക്കെ ഉണ്ടാക്കുന്നൊരു നമ്മുടെ സ്നേഹിതനുണ്ടായിരുന്നു. അയാളിപ്പോൾ അമേരിക്കയിലാണ്. ഒരു കരീം ബൈ എന്ന് പറഞ്ഞിട്ട് പുള്ളിയെല്ലാം ഫാമിലി എല്ലാം ഇതാക്കുന്നത്. അപ്പോൾ നമ്മൾ കേസ് നടക്കുമ്പോൾ റിക്കാർഡൊന്നും കാണാൻ പറ്റില്ല. അപ്പം നീ ജോലി ചെയ്തിട്ടുണ്ട്, പൈസ ഞാൻ തരും, പക്ഷേ റിക്കാർഡൊന്നും വേണ്ടാന്ന് പറഞ്ഞ് അങ്ങനെയായി. അവിടെ നിന്നായി. പിന്നെ അത് കഴിഞ്ഞ് അതിന് ശേഷം അതേ ഹിന്ദു രാഷ്ട്ര എസ്റ്റേറ്റിൽ ഒരു രവി ഭാര്യ ഉണ്ടായിരുന്നു. പുള്ളി ഇതിൻ്റെ ഇതൊക്കെ ചെയ്യുമായിരുന്നു, ചെയറിൻ്റെ ബിസിനസ്. പുള്ളി പിന്നെ കോളേജിലൊക്കെ വിട്ടതിന് ശേഷം പുള്ളിക്ക് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ മാർക്കറ്റൊക്കെ ചെയ്യും. അങ്ങനെ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, രാഘവൻ ഇതൊക്കെ കൊണ്ടുപോയിട്ട് സ്വന്തമായിട്ട് ചെയ്യും, എനിക്ക് ഇതിൽ നിന്ന് രക്ഷയില്ല, ഞാൻ നന്നാവും തോന്നില്ല, അതുകൊണ്ട് രാഘവൻ നന്നായിട്ട് വാ, ഹാൻഡ് ഓവർ ചെയ്തു. എനിക്ക് ഒരു വാങ്ങിക്കാം, ഞാൻ ഒരു പൈസയും കൊടുക്കുന്നതിലേക്ക് ഡൈ അടക്കം എല്ലാം തന്നിട്ട് ഗുഡ് വെല്ലിൽ പുള്ളി എൻ്റെ അടുത്ത് പേര് പറഞ്ഞിരുന്നു, ഇത് തിരുമുഖ ഫാബ്രിക്കേറ്റ് എന്നുള്ള പേര് നീ വെക്കണം. തിരു മീൻസ് തിരുപ്പതി, മുഖ മീൻസ് മൂകാംബിക, അങ്ങനെയാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പൊ ഈ അദ്ദേഹം മൂകാംബിക ക്ഷേത്രത്തിൽ ഒരു വിശ്വാസമുള്ള ആളായിരുന്നു. അപ്പൊ ആ സമയത്ത് സാറ് ഒരു വിശ്വാസിയായിരുന്നു, ഇതിന് ശേഷം വിശ്വാസമായിരുന്നു? അല്ല, അതിന് മുമ്പേ വിശ്വാസമുണ്ട്. അതുകൊണ്ട് അല്ലാണ്ട് അങ്ങനെ ഇതങ്ങ് തുടങ്ങി. വർഷങ്ങൾ 10-25 വർഷം. അതിന് കഥ പറയാന്ന് വെച്ചാൽ കുറേ ഉണ്ട്. എന്നുവെച്ചാൽ ഒരു പാർട്ട്ണർ ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ ആ പാർട്ട്ണർ ഉണ്ടായെന്ന് വെച്ചാൽ ഞാൻ ആ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അയാളും കായംകുളംകാരനായിരുന്നു, രാജൻ എന്ന് പറഞ്ഞിട്ട്. 10-25 വർഷം ഒന്നിച്ച് ചെയ്തു. എല്ലാവരും പറയും എന്ന് വെച്ചാൽ ആരാണ് അനുജൻ, സ്നേഹിതൻ എന്നാൽ ചോദിക്കുവാന്ന ആൾക്കാർ 25 വർഷം ജ്യേഷ്ഠന്മാർ ഒന്നിച്ചിട്ട്, അനുജന്മാർ പിന്നെ സ്നേഹിതന്മാരെന്ന് വെച്ചാൽ ഒന്നിച്ചിട്ട് 25 വർഷം. എല്ലാവർക്കും അത്ഭുതമായിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ അപ്പൻ ചെയ്യത്തോ ദുനിയ ചെയ്യ് എന്ന് പറഞ്ഞാൽ നമ്മൾ നന്നായി കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെ ഇതായിട്ട് പറയില്ല, നമ്മളതിനുള്ള പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെയായി സംഗതിയൊക്കെ കഴിഞ്ഞു. ഇപ്പം 3-4-5 വർഷമായിട്ട് സ്വന്തമായിട്ട് ഇങ്ങനെ നടത്തുന്നു. ഇതൊക്കെയാണ് ചുരുക്കം. എന്നിട്ട് അപ്പം ഈ ഒരു ബിസിനസ് ഇത് സക്സസ് ആയ ഇത് ഏത് സമയത്ത്? ഇതിപ്പം തുടങ്ങിയപ്പോഴത്തേക്ക് ഒരു ചെറിയ, ഇപ്പം കാരണം ഓൾമോസ്റ്റ് അടച്ചു പൂട്ടാൻ പോകുന്ന ഒരു കമ്പനിയല്ലേ അത്. ആ ബിസിനസ്സിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നു? അന്നത്തെ വെച്ചാൽ അവിടെ വെച്ചാൽ ഈ ചെയർ ബിസിനസ്, കാരണം ചെയർ ബിസിനസ് ബിക്കോസ് ഇവിടെ ഇതൊരു ചെയറിന്റെ ബിസിനസ് ആയതുകൊണ്ടാണോ? ചെയറിന്റെ ബിസിനസ് ഇന്ന് എല്ലാ ലൈനിലും കോമ്പറ്റീഷൻ ഉണ്ട്, എല്ലാ ലൈനിലും കോമ്പറ്റീഷൻ ഉണ്ട്. പക്ഷെ എന്തെന്ന് പറഞ്ഞാൽ കാരണം നമ്മുടെ കഠിന പ്രയത്നം, ആൾക്കാരുടെ ഒരു വിശ്വാസം, ടൈമിന് നമ്മൾ മെറ്റീരിയൽ കൊടുക്കുക, നല്ല ക്വാളിറ്റി മെറ്റീരിയൽ കൊടുക്കുക, അതിനനുസരിച്ച്. കാരണം നമ്മളൊരു സെയിൽസ്മാനെ വെക്കേണ്ട ഒരു സ്ഥിതി വരെ ഇന്ന് വന്നിട്ടില്ല. എല്ലാം നമുക്ക് ടെലിഫോണിലുള്ള വരുന്ന ഓർഡർ, പിന്നെ നമ്മുടെ ഡയറക്റ്റ് പോയിട്ടുള്ള പരിചയപ്പെടുന്ന ഓർഡർ, അതൊക്കെ ഇങ്ങോട്ട് കിട്ടുന്നുണ്ട്.